Now let us see one problem. A shaft receives power 20 kilowatt from a motor through a coupling and transmit to two machine tools through two flat belt drive. Each machine tool is consuming 11 kilowatt. The diameter of the pulley is mounted on the shaft are 250 mm and 600 mm and their weights are 400 Newton and 750 Newton respectively. Shaft speed is equal to 30 radian per second. This is our question. So based on this question, we have to calculate the diameter of the shaft. So here, first, the distance between the bearing is given in our question, that is 1500 millimeter. The distance between smaller pulley from the left hand bearing, it is around 400 millimeter. Then distance of bigger pulley from the right end of bearing 600 millimeter. Both the belt drives are arranged horizontally. Find the diameter of the shaft. This is our question. So based on this question, you have to write some given data, that is total power P is equal to 22 kilowatt, that is 22,000 watts. Then since the power is transmitted to two machine tools equally, അതായത് ഇതിപ്പോൾ മോട്ടോർ ഈ മോട്ടോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 22 കിലോവാട്ടാണ്. 22 കിലോവാട്ടാണ് മോട്ടോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. ആ പവർ ടർന്ന് മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മോട്ടോർ, അത് 22 കിലോവാട്ടാണ്. പക്ഷെ നമ്മുടെ ഷാഫ്റ്റിന് 11 കിലോവാട്ട് മാത്രമേ വേണ്ടൂ, മുഴുവൻ ആവശ്യമില്ല. 11 കിലോ വാട്ട് ഈസ് ഇനഫ് ഫോർ അവർ ഷാഫ്റ്റ്. അതായത് മോട്ടോറിൽ എത്രയാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്ര തന്നെ പവർ, മാക്സിമം പവർ ഈ മോട്ടോറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 22 കിലോവാട്ട് ആണെങ്കിൽ ആ 22 കിലോവാട്ട് ഈ ഷാഫ്റ്റിന് പോകണം, അങ്ങനെയില്ല. ഷാഫ്റ്റിന് 11 കിലോവാട്ടേ വേണ്ടു. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ പറയാം, ഡയമീറ്റർ ഓഫ് ദി സ്മോളർ പുള്ളി D1 equal to 250 millimeter and diameter of the bigger pulley D2 is equal to 600 millimeter. Weight of the small pulley 400 Newton, weight of the bigger pulley 750 Newton. Shaft speed omega 30 radian per second. ഇങ്ങനെയൊക്കെ ഡാറ്റ given ആണ്. So based on this given data, നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? Distance between the bearing is given, distance of the smaller pulley from the left end is given, distance of the bigger pulley from the right end is given. Both the belt drives are arranged horizontally. Find the diameter of the shaft. Both the belt drives, ഇതാണ് belt drives. ഈ രണ്ട് ബെൽറ്റ് ഡ്രൈവ്സും എങ്ങനെയുള്ളത്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള. കാരണം ഈ ഷാഫ്റ്റും ഈ കാണുന്ന ഷാഫ്റ്റും both shaft are parallel to each other. So these belt drives are arranged horizontally. ഈ ഷാഫ്റ്റിന്റെ നേരെ താഴെയാണ് ഈ ഷാഫ്റ്റ് ആണെങ്കിൽ these belt drives are arranged vertically. But here shaft here and here, so it is arranged horizontally. അപ്പോൾ അതിന്റെ ചിത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കുക. ഞാൻ ഈ ഭാഗം റിമൂവ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം കൃത്യമായിട്ട്. സോ ഇതിന്റെ ഫിഗർ എന്ന് പറയുന്നത് ജസ്റ്റ് എങ്ങനെ പറയാം, നമുക്ക് ഇവിടെ ദിസ് ഈസ് ദി ഷാഫ്റ്റ്. ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു മോട്ടോർ സംതിങ് ഉണ്ടാവും. ആ മോട്ടോറിന് ഇങ്ങോട്ടേക്കാണ് ഇത് സ്മോൾ പുള്ളി, ദിസ് ഇസ് സംവാട്ട് ബിഗർ പുള്ളി. സോ ദിസ് ഇസ് C and this is B. So the distance between the two bearing, that is 1500 millimeter. This is 1500 millimeter. Then the distance between the small pulley and the vertical distance, that is 400. It is given in our question. Similarly here this is 600 mm. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. എന്നിട്ട് ഈ ഫിഗറാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗർ ഇത് രണ്ട് സെയിം ആണ്.
ഓക്കെ. അപ്പം മോട്ടോറിൽ മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? 22 കിലോ വാട്ടാണ്. അത് നമുക്ക് മനസ്സിലായി. അപ്പം ഇതിനകത്ത് നിന്ന് അത്രയും, അതായത് മോട്ടോറിൻ്റെ പവർ എന്ന് പറയുന്നത് 22 കിലോ വാട്ടാണ്. അപ്പോൾ അത്രയും പവർ ഇവിടെ ഷാഫ്റ്റിൻ്റെ മേലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നല്ല അതിനർത്ഥം. 22 കിലോ വാട്ട് വരെ മോട്ടോറിനെ വെച്ചിട്ട് 22 കിലോ വാട്ട് വരെ മോട്ടോറിനെ വെച്ചിട്ട് ഷാഫ്റ്റിനെ ഡ്രൈവ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മെയിൻ ഷാഫ്റ്റ് ഡ്രൈവ് ചെയ്യിക്കാൻ 22 കിലോ വാട്ടുള്ള മോട്ടോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചിട്ട് 22 കിലോ വാട്ട് മൊത്തം മെയിൻ ഷാഫ്റ്റിലേക്ക് വരണമെന്നില്ല. നമ്മുടെ ആവശ്യപ്രകാരം ആ മെയിൻ ഷാഫ്റ്റ് 12 കിലോ വാട്ട് വെച്ച്, അല്ല, നമ്മുടെ ആവശ്യപ്രകാരം ആ മെയിൻ ഷാഫ്റ്റ് 11 കിലോ വാട്ട് വെച്ചിട്ടാണ് ആ 2 മെഷീൻ ടൂള് ഷാഫ്റ്റിനെ കറക്കുന്നത്. ഇവിടെ 2 മെഷീൻ ടൂൾ ഉണ്ടാവും അല്ലേ? മെഷീൻ ടൂൾ ഇവിടെ കറക്റ്റ്, ഇവിടെ ഒരു മെഷീൻ ടൂൾ ഉണ്ടാവും. അപ്പോൾ ഈ ഷാഫ്റ്റിനെ കറക്കുന്നത് ഈ മെയിൻ ഷാഫ്റ്റ് 11 കിലോ വാട്ട് വെച്ചിട്ടാണ്. അത് ആ 22 കിലോ വാട്ട് മൊത്തം ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നതിനാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? 22 കിലോ വാട്ട്. അപ്പോൾ 22 കിലോ വാട്ട് 11 കിലോ വാട്ട് മാത്രമേ മെയിൻ ഷാഫ്റ്റിന് ആവശ്യമുള്ളൂ, ബാക്കി വേണ്ട. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വണ്ടി, ഒരു വെഹിക്കിൾ, ആ വെഹിക്കിളിന് 1000 ഹോഴ്സ് പവറാണ് മാക്സിമം കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. ഇനി ആ വണ്ടീൻ്റെ അകത്ത് ഒരാളാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആ വണ്ടിയെ മുന്നോട്ടേക്ക് എടുക്കണമെങ്കിൽ അത്രയും പവർ ആവശ്യമുണ്ടോ? 1000 HP എന്ന് പറഞ്ഞാൽ ചെറിയൊരു HP മാത്രം മതിയോ? ഇനി ആ വണ്ടിയിൽ 10 ആളാണ് ഉള്ളതെങ്കിലോ ലോഡ് കൂടി, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ പവർ കൊടുക്കേണ്ടി വരും. അതേമാതിരി തന്നെ ഈ മോട്ടോറിന് 22 കിലോ വാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ട ഷാഫ്റ്റിന് 11 കിലോ വാട്ടേ വേണ്ടു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പവർ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു 22,000 കിലോ വാട്ട്. സോ നമുക്ക് ആവശ്യത്തിനാണ് 11,000 മാത്രമേ നമുക്ക് വേണ്ടൂ. 11,000 വാട്ട്. അപ്പോൾ 11,000 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോട്ടൽ നമ്പർ കാണേണ്ടി വരും. സോ ദാറ്റ് T1, T2 ആർ ദി ടെൻഷൻ. നമുക്കറിയാം T1 T2 എന്താണ്? രണ്ടും T1, T2 ആർ ദി ടെൻഷൻ. പിന്നെ ഇവിടെ ഈ മോട്ടോറിനെ കൊണ്ട് ഈ മോട്ടോർ തിരിയുന്ന സമയത്ത് ഈ 2 പുള്ളി, ഈ പുള്ളിയും ഈ 2 പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് ഹെൽപ്പ് ഓഫ് 2 ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. അപ്പോൾ ഇവിടെ മെഷീൻ ടൂൾ ഉണ്ടാവും, ആ മെഷീൻ ടൂൾ കറങ്ങും. സോ വി ഹാവ് ടു ഡിസൈൻ ദി ഷാഫ്റ്റ്. നമ്മൾ ഷാഫ്റ്റ് വേണം ഡിസൈൻ ചെയ്യാൻ. അതിന് വേണം ഫോഴ്സ് അറിയണം. ഫോഴ്സ് അറിഞ്ഞാൽ മാത്രമേ ഷാഫ്റ്റിന് ഡയമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. പിന്നെ 400 ന്യൂട്ടൺ കോമ്പ് 750 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഷാഫ്റ്റിന് വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പുള്ളിൻ്റെ വെയിറ്റ് ഇത് 400 ആണെങ്കിൽ ഇത് 750 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 400 ന്യൂട്ടനും 750 ന്യൂട്ടനും അത് ഷാഫ്റ്റിന് വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇപ്പോൾ ഓരോ പുള്ളീൻ്റെ മുകളിലും ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് മൗണ്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ബെൽറ്റ് ഡ്രൈവ് തിയറി പ്രകാരം അതിൻ്റെ മേലെ 2 ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് ഒന്ന് ലാർജർ ടെൻഷനും ഒന്ന് സ്മോളർ ടെൻഷനും. നമുക്ക് ഇവിടെ വേണമെങ്കിൽ T1 ഡാഷ് T2 ഡാഷ് എടുക്കാം. ഇതിനെ സംബന്ധിച്ച് T1 ഡാഷും T2 ഡാഷും ഇവിടെ T1 ഡബിൾ ഡാഷും T2 ഡബിൾ ഡാഷും എടുക്കാം. കാരണം എന്തായാലും അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും, ടൈറ്റ് സൈഡും സ്ലാക്ക് സൈഡും ഉണ്ടാവും. ഈ T1 ഡാഷും T2 ഡാഷും ഈ പറഞ്ഞ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹോറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക. ബോത്ത് ആർ ആക്ടിങ് ദി ഹോറിസോണ്ടൽ ഡയറക്ഷൻ. ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷൻ. പിന്നെ ഒരു ടോർക്കുണ്ട്, അതവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്കറിയാം ഈ പുള്ളി ബി നമ്മൾ കൺസിഡർ ചെയ്താൽ പുള്ളീൻ്റെ മേലെ 2 ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് T1 ഡാഷ് T2 ഡാഷ് ഹോറിസോണ്ടൽ ഡയറക്ഷനിലും മറ്റൊരു വെയിറ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലും. ഇത് Z ആക്സിസ് കേട്ടോ, ഇത് Z, ഇത് Y ഓർ സംതിങ്, ഇത് X. അങ്ങനെ 3 ഡയറക്ഷനിൽ. Z ആക്സിസ് എന്ന് പറയുമ്പോൾ അതാണ് ഷാഫ്റ്റ് ആക്സിസ്. ഇപ്പോൾ
അപ്പോൾ T1 ഡാഷ് ഇത് T1 ഡാഷും ഇത് T2 ഡാഷും രണ്ടും ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ടോട്ടൽ ടെൻഷൻ എത്ര വരിക? ടോട്ടൽ ടെൻഷൻ ഈക്വൽ ടു T1 ഡാഷ് പ്ലസ് T2 ഡാഷ് വരും. പിന്നെ പുള്ളീൻ്റെ വെയിറ്റ് കാരണമുള്ള ലോഡ് ബിയിൽ 400 സിയിൽ 750 ആണ്. അത് ഗിവണാണ്. പുള്ളി ബിയിൽ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് T1 ഡാഷ് പ്ലസ് T2 ഡാഷ് ആണ്. അതേമാതിരി ടോട്ടൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓൺ ബി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ T1 ഡാഷ് പ്ലസ് T2 ഡാഷ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതേമാതിരി ടോട്ടൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓൺ സി എന്ന് പറഞ്ഞാൽ T1 ഡബിൾ ഡാഷ് പ്ലസ് T2 ഡബിൾ ഡാഷ് ആണ്. അതിന് പവർ കാരണം ഒരു ടോർഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ടോർക്ക് എന്നത് ഇൻപുട്ട് ഷാഫ്റ്റിൽ ഉണ്ടാകുന്നുണ്ട്. ഈ പവർ കാരണം ഒരു ടോർക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവും. പിന്നെ രണ്ട് ബെൻഡിങ് എഫക്റ്റ് ഉണ്ടാവും. ഒന്നാമത്തേത് വെയിറ്റിനെ കൊണ്ട് ഈ വെയിറ്റ് കാരണം താഴോട്ട് ഒരു ബെൻഡിങ് എഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ടെൻഷൻ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു ബെൻഡിങ് എഫക്റ്റ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് ഒരു ബെൻഡിങ് എഫക്റ്റ് ഉണ്ടാവും. അതേമാതിരി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ബെൻഡിങ് എഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു റൊട്ടേഷണൽ എഫക്റ്റ്, അതിൽ ടോർഷണൽ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ടെൻഷൻ T1 ഡാഷും T2 ഡാഷും ഷാഫ്റ്റിനെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വലിക്കും, ഈ എക്സ് ആക്സിലേക്ക് വലിക്കും. വെയിറ്റ് താഴോട്ടേക്കും വലിക്കും. സോ അങ്ങനെ നമുക്ക് ബെൻഡിങ് സംഭവിക്കും. അപ്പോൾ പോയിന്റ് ബിയിൽ രണ്ട് ബെൻഡിങ് എഫക്റ്റ് ഉള്ളത്. ഒന്ന് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു ബെൻഡിങ് എഫക്റ്റ് ഉണ്ട്, അതേമാതിരി ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് ഒരു ബെൻഡിങ് എഫക്റ്റ് ഉണ്ട്. ഈ രണ്ട് ബെൻഡിങ് എഫക്റ്റ് റിസോൾവ് ചെയ്തിട്ട് ഒറ്റ ബെൻഡിങ് എഫക്റ്റ് ആക്കി മാറ്റണം. ഈ ബിയിൽ അത് നമുക്ക് വേണ്ട എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇതിങ്ങനെ ആക്ട് സമയത്ത് ഒരു ഡയറക്ഷൻ ഇങ്ങനെ ഉണ്ടാവില്ലേ റിസൾട്ടൻ്റ് ആയിട്ട്. അപ്പോൾ അതിനെ ഒറ്റ ബെൻഡിങ് എഫക്റ്റ് ആക്കി മാറ്റണം. ഈ രണ്ട് ബെൻഡിങ് എഫക്റ്റ് റിസോൾവ് ചെയ്തിട്ട് ഒറ്റ ബെൻഡിങ് എഫക്റ്റ് ആക്കി മാറ്റണം, പോയിന്റ് ബിയിലും അതേമാതിരി പോയിന്റ് സിയിലും. സോ ഹൊറിസോണ്ടൽ സിസ്റ്റം എടുത്ത് അവിടുത്തെ ബെൻഡിങ് എഫക്റ്റ് ആദ്യം കാണുക. പിന്നെ വെർട്ടിക്കൽ സിസ്റ്റം ഓഫ് ഫോഴ്സ് എടുത്തിട്ട് ആദ്യം ഹൊറിസോണ്ടൽ സിസ്റ്റം ഓഫ് ഫോഴ്സസ് എടുത്തിട്ട് അവിടുത്തെ ബെൻഡിങ് എഫക്റ്റ് കാണുക. എന്നിട്ട് വെർട്ടിക്കൽ സിസ്റ്റം ഓഫ് ഫോഴ്സസ് എടുത്തിട്ട് അവിടുത്തെ ബെൻഡിങ് എഫക്റ്റ് കാണുക. എന്നിട്ട് രണ്ട് ഫോഴ്സും രണ്ട് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതിനാൽ രണ്ട് ഫോഴ്സും രണ്ട് ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ഫോഴ്സ് സിസ്റ്റം എടുത്തിട്ട് ഇവിടുത്തെ ബെൻഡിങ് എഫക്റ്റ് കാണുക. പിന്നെ വെർട്ടിക്കൽ സിസ്റ്റം ഓഫ് ഫോഴ്സ് എടുത്തിട്ട് ഇവിടുത്തെ ബെൻഡിങ് എഫക്റ്റ് കാണുക. എന്നിട്ട് വേണം നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് ഹൊറിസോണ്ടൽ സ്ക്വയർ പ്ലസ് വെർട്ടിക്കൽ സ്ക്വയർ അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഒറ്റ ബെൻഡിങ് എഫക്റ്റ് എടുക്കാൻ. അപ്പോൾ അതാണ് ഇവിടെ ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സിസ്റ്റം ഓഫ് ഫോഴ്സസിൻ്റെ ബെൻഡിങ് എഫക്റ്റാണ് നമ്മൾ ആദ്യം ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. അപ്പോൾ അതായത് ഒരു ഷാഫ്റ്റിൻ്റെ മേലെ എന്തുണ്ട്? രണ്ട് പുള്ളിയുണ്ട്. ഒന്നാമത്തെ പുള്ളി ബി, രണ്ടാമത്തെ പുള്ളി സി. പുള്ളി ബിയുടെ ഡയമീറ്റർ സ്മോളാണ് കമ്പയർ ചെയ്തിട്ട് പുള്ളി സി. ഇത് 600 മില്ലിമീറ്റർ വരെ 400 വരെ ടോട്ടൽ ലെങ്ത് 1500. പിന്നെ പറയുന്നത് ഈ പുള്ളിയുടെ വെയിറ്റ് ഇത് 400 ആണ്, ഇത് 750 ആണ്, അത്രയും വെയിറ്റ് ഉണ്ട്. പിന്നെ സ്പീഡ് ഓഫ് ദി ഷാഫ്റ്റ് ഈസ് ഗിവൺ 30 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതോടെ നിൽക്കട്ടെ. അപ്പോൾ മൊത്തത്തിൽ ഈ മോട്ടോറിന് 22 കിലോ വാട്ട് പവർ വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഷാഫ്റ്റിന് 11 കിലോ വാട്ട് പവർ മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. A shaft receives power 20 kW from a motor. A shaft receives power 20 kW from a motor through a coupling and transmits to two machine tools through a two flat belt drive. Each machine tool is consuming ഓരോ machine toolum consume ചെയ്യുന്നത് 11 kW ആണ്. ഇതും ഈ രണ്ട് സെപ്പറേറ്റ് ഷാഫ്റ്റ് ആണല്ലേ, അത് ഓരോ മെഷീൻ ടൂളിലേക്കുള്ള ഷാഫ്റ്റാണ്. അപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്നത് 11 kW ആണ്. ക്വസ്റ്റ്യൻ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എ ഷാഫ്റ്റ് റിസീവ്സ് പവർ 22 kW ഫ്രം എ മോട്ടർ. ഷാഫ്റ്റിന് റിസീവ് ചെയ്യുന്നത്, ഷാഫ്റ്റിന് പവർ കിട്ടുന്നുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? 20 kW പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മോട്ടോറിൽ നിന്നാണ് കിട്ടുന്നത്. അതാണ്, അങ്ങനെ വേണം ആ പ്രോബ്ലംസ് ചിന്തിച്ചിട്ട് എടുക്കാൻ. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം ഇത് കുറച്ചും കൂടെ വായിക്കുമ്പോഴേ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ഇനി
നമുക്ക് നോക്കാം. Let T1, T2 be the tension in the tight and slack side of the pulley. അപ്പോൾ പുള്ളിയുടെ മേലെ സ്വാഭാവികമായിട്ടും ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി പവർ ഇവിടെ നിങ്ങോട്ടൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു ബെൽറ്റ് ഡ്രൈവിൽ കൂടിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ആ ബെൽറ്റ് ഡ്രൈവിൻ്റെ മേലെ എന്തുണ്ടാവും, രണ്ട് തരത്തിലുള്ള ടെൻഷൻ ഉണ്ടാവും. ഒന്ന് ടെൻഷൻ ഇൻ ദി സ്ലാക്ക് സൈഡും ടൈറ്റ് സൈഡും. T1, T2 be the tension in the tight and slack side of the belt, slack side of the pulley. So let us write the torque equation on pulley. ഈ പുള്ളിയുടെ ടോർക്ക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ടോർക്ക് ഓൺ B is equal to T1 dash minus T2 dash into radius of the pulley B. RB means radius of the pulley B. അപ്പോൾ TB is equal to torque on pulley B. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? T1 dash divided by T2 dash is equal to E raised to mu theta. അതൊരു ഇക്വേഷൻ ഉണ്ട് ബെൽറ്റ് ഡ്രൈവ് തിയറി പ്രകാരം. അപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ആംഗിൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ 160 ഡിഗ്രി എടുത്തോ. 160 മുതൽ 180 വരെ പറ്റും. സോ ഇഫ് ദി തീറ്റ വാല്യൂ ഇസ് നോട്ട് ഗിവൺ, ജസ്റ്റ് അസ്യൂം തീറ്റ ഈക്വൽ ടു 160 ഡിഗ്രി. വി നോ ദാറ്റ് 1 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. പൈൻ്റെ വാല്യൂ 3.14. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടും. അതേമാതിരി മ്യൂവിൻ്റെ വാല്യൂ 0.25 മുതൽ 0.4 വരെ നമുക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും തന്നില്ലെങ്കിൽ ജസ്റ്റ് ദ വാല്യൂ ഓഫ് മ്യൂസ് ഈക്വൽ ടു 0.25 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. മ്യൂവിൻ്റെ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ 0.25 മുതൽ 0.45 വരെ പറ്റും. ഇഫ് ദ വാല്യൂ ഇസ് നോട്ട് ഗിവൺ ദെൻ അസ്യൂം മ്യൂസ് ഈക്വൽ ടു 0.3 എന്ന് എടുത്തോളൂ. 0.3 0.25 എത്ര എടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് T1 dash divided by T2 dash is equal to 2 എന്ന് കിട്ടും. 2. അപ്പോൾ ഈ പ്രോബ്ലം ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കിയാണ്. അതായത് ഈ മോട്ടോർ 22 കിലോ വാട്ട് പവറുള്ള മോട്ടറാണ്. അപ്പോൾ ആ മോട്ടോർ തിരിയുന്ന സമയത്ത് 22 കിലോ വാട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് 22 കിലോ വാട്ട്. അപ്പോൾ 22,000 is equal to 2πnt divided by 60. അപ്പോൾ കിട്ടുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഈ ഷാഫ്റ്റിൽ ഉണ്ടാകുന്ന മാക്സിമം ടോർക്കാണ്. പക്ഷെ നമുക്ക് അത്ര ടോർക്ക് വേണ്ട, കാരണം ഓൾറെഡി പറയുന്നത് 11 കിലോ വാട്ടേ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 11 കിലോ വാട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോർക്ക് നമ്മൾ ഇവിടെ കണ്ടെത്തിയാൽ മതി ഷാഫ്റ്റിൻ്റെ കേസിൽ. അപ്പോൾ 11,000 is equal to 2πnt divided by 60. അതിൽ നിന്ന് നമുക്കൊരു ടോർക്ക് കിട്ടും. ആ ടോർക്കാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ പിന്നെ പറയുന്നത് ഇവിടെ ഇങ്ങോട്ടേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ബെൽറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഓൺ ദി ടൈറ്റ് സൈഡ് ആൻഡ് സ്ലാക്ക് സൈഡ്. അപ്പോൾ പുള്ളി ബീൻ്റെ കേസിലുള്ള ടെൻഷൻ നമ്മൾ T1 dash, T2 dash എടുക്കുന്നു. പുള്ളി സീൻ്റെ മേലെയുള്ളത് T1 double dash, T2 double dash എടുക്കുന്നു. ഇനി ടോർക്ക് ഓൺ പുള്ളി ബി എത്ര വരിക, അതേപോലെ ടോർക്ക് ഓൺ പുള്ളി സി എത്ര വരിക, അത് രണ്ടും നമ്മൾ കാണണം. അപ്പോൾ ടോർക്ക് ഓൺ പുള്ളി ബി is equal to ടോർക്ക് ഓൺ പുള്ളി സി ആണ്. എന്തുകൊണ്ട്? കാരണം ബോത്ത് പുള്ളീസ് ആർ മൗണ്ടഡ് ഓൺ ദി സെയിം ഷാഫ്റ്റ്. അപ്പോൾ ആയതിനാൽ ടോർക്ക് ഓൺ പുള്ളി ബി is equal to ടോർക്ക് ഓൺ പുള്ളി സി ആയിരുന്നു. ഓക്കെ. പക്ഷെ നമുക്ക് എന്ത് വേണം? T1 dash, T2 dash കാണണം. T1 dash, T2 dash കിട്ടിയാൽ മാത്രമേ നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന കോൺസെൻട്രേറ്റഡ് ലോഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വേർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ഈസ് ഗിവൺ ഇൻ അവർ ക്വസ്റ്റ്യൻ 400 and 750. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ്, കോൺസെൻട്രേറ്റഡ് ലോഡ് നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ T1 dash, T2 dash, അതേമാതിരി T1 double dash, T2 double dash ഇത് നമുക്ക് അറിയണം. അത് കിട്ടണമെങ്കിൽ ഈ റിലേഷൻ നമ്മൾ യൂസ് ചെയ്യണം. T1 dash divided by T2 dash is equal to E raised to mu theta എന്ന് പറയുന്ന റിലേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് T1 dash, T2 dash നമുക്ക് കിട്ടും. അപ്പോൾ സോ ലെറ്റ് us write the torque equation on pulley B. Torque equation നമുക്ക് എഴുതാം. TB is equal to torque on pulley B is equal to T1 dash minus T2 dash into RB. RB is given. So T1 dash നമുക്കറിയാം E raised to mu theta. mu means 0.25 എടുത്തു. theta equal to 160 ഡിഗ്രി എടുത്തു. അതിനെ pi is equal to 3.14 വെച്ചിട്ട് അത്രയും റേഡിയൻ എഴുതുക. Just multiply this, so you will get T1 dash divided by T2 dash is equal to 2 എന്ന് കിട്ടും. ഇനി ഇത് വേണമെന്ന് വെച്ചാൽ നമുക്ക് T1 dash is equal to 2 times T2 dash നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് TB is equal to T2 dash minus T2 dash into 0.125. Radius of the pulley B is given 0.125. Okay, then we know that power is equal to 2πnt B by 60. Okay, അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടി എന്നിൻ്റെ വാല്യൂ കാണാം. റേഡിയസ് ഓഫ് ദി എന്താ പറയണ്ടേ, ഷാഫ്റ്റിൻ്റെ
angular velocity is given 30. So from this you will get the value of RPM, speed of the shaft is given. Speed of the shaft will not given. We can find out the value of speed of the shaft, that is 286.6 RPM. Now just substitute over here, so you will get the value of torque on B. TB is equal to 367 Newton meter. Torque on B is equal to torque on C ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മുന്നേ. So from this just substitute ചെയ്യാം, T2 dash T1 dash ഇവിടെ കിട്ടി. Same equation you apply here. TC is equal to torque on pulley C is equal to T1 double dash minus T2 double dash into RC. Same application. T1 double dash divided by T2 double dash is equal to E raised to mu theta. 0. Substitute ചെയ്യാം, ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. ഇതേ അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So finally you will get the value of T2 dash is equal to this much and T1 double dash is equal to this much. Now T1 dash plus T2 dash is equal to this much and T1 double dash plus T2 double dash is equal to this much. ഇത് രണ്ടും കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ആ ഫിഗർ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഉണ്ടായ ചിത്രം ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പുള്ളി ഉണ്ടായിട്ടുണ്ട്, അതേപോലെ ഇവിടെ വേറൊരു പുള്ളി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. അപ്പോൾ നമ്മൾ ടെൻഷൻ ഇങ്ങനെയും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് റിസൾട്ടൻ്റ്. അതേപോലെ ഈ കേസിലും ഒരു റിസൾട്ടൻ്റ് ഇങ്ങനെ ഉണ്ടാവും. ഈ റിസൾട്ടൻ്റുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതും. അത് മനസ്സിലാക്കിയാൽ ഒന്നും കൂടി നോക്കാം. അതായത് ഇവിടെ ജസ്റ്റ് ഈ ഫിഗർ. അപ്പോൾ ഇവിടെ മറ്റേ പുള്ളിയുണ്ട്, പുള്ളി ബി. അവൻ ഇവിടെ ലാർജർ പുള്ളിയാണ്, പുള്ളി സി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ബെൽറ്റ് ഇങ്ങനെയും ടെൻഷൻ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് that is T1 double dash plus T2 double dash. Similarly in this case also T1 dash plus T2 dash or T1 dash plus T2 dash ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. It is something like a horizontal. അതേപോലെ T1 double dash plus T2 double dash that will also be horizontal. അപ്പോൾ T1 dash plus T2 dash വാല്യൂ നമുക്കറിയാം. T1 double dash plus T2 double dash ആ വാല്യൂ നമുക്കറിയാം. നമുക്കെന്താ അറിയാത്തത്? അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ്, റിയാക്ഷൻ ഫോഴ്സ്, ദാറ്റ് ഈസ് RAHും അതേമാതിരി H മീൻസ് ഹൊറിസോണ്ടൽ RDHും നമുക്കറിയില്ല. അത് രണ്ടും കാണണം. സോ അത് കണ്ടുപിടിക്കാൻ RAH പ്ലസ് RDH മൈനസ് T1 dash plus T2 double dash മൈനസ് T1 dash plus T2 dash ഈസ് ഈക്വൽ ടു 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇത് കിട്ടും. ഇനി നമുക്ക് പണ്ട് MOS പഠിച്ച മാതിരി RAH അല്ലെങ്കിൽ RDH കാണിക്കൽ എന്ത് വേണം? Moment about A equal to 0 എടുക്കുക. That substitution RDH into 1.5. അതായത് it is rotating in the എന്താ പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഞാനൊരു പോസിറ്റീവായിട്ട് എടുത്തു. RDH into 1.5 മീറ്റർ. അതേമാതിരി 3670 into 1.1. 1.1 എനിക്ക് 3000 T1 dash plus T2 double dash into this distance. It is rotating in the clockwise direction. When you view from top, it is rotating in the clockwise direction, so it is minus. Then minus this T1 dash plus T2 dash into this small distance 0.4. It is 600 ആണ്, ഇത് 400 ആണ്, ഇത് 1500 ആണ്. So you will get the value of RAH, RDH. അങ്ങനെ റിയാക്ഷൻ ഫോഴ്സ് മൊത്തം കിട്ടിക്കഴിഞ്ഞു. Now the problem is continuing. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഫിഗറിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ആദ്യം നമ്മൾ റിസർവ് ചെയ്യുന്നത്. അപ്പോൾ RAH, RDH ഇത് എന്താ പറയുക, ദിസ് ഈസ് കോൾഡ് T1 dash plus T2 dash and T1 double dash plus T2 double dash. So T1 dash plus T2 dash നമുക്കറിയാം, T1 double dash plus T2 double dash അറിയാം, RAH, RDH എല്ലാം അറിയാം. Now let us calculate the bending moment value at B, C. So for that we are using section method. So how to do that one? Suppose consider a section 1 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ consider a section 1 അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സെക്ഷൻ കട്ട് ചെയ്യണം. അത് രണ്ടാക്കി മാറ്റി കഴിഞ്ഞു. 1 എന്ന് പറയുന്ന സെക്ഷൻ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എൻ്റെ ബീമിനെ 2 സെക്ഷനാക്കി മാറ്റി വെക്കുക എന്നാണ് അർത്ഥം. ഈ എൻ്റെ ബീമിനെ 2 ആക്കി മാറ്റി വെച്ചു. ഈ സെക്ഷൻ 2 ഇപ്പം നിങ്ങൾ കൺസിഡർ ചെയ്യില്ല, ഞാൻ ആദ്യം സെക്ഷൻ 1 ആണ് മാത്രം എടുക്കുന്നത്.
അപ്പോൾ ഈ എൻ്റെ ബീമിനെ രണ്ടാക്കി മാറ്റി. ഇത് T1 ഡാഷ് പ്ലസ് T2 ഡാഷ് T1 ഡബിൾ ഡാഷ് പ്ലസ് T2 ഡബിൾ ഡാഷ്. സോ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഇത് എൻ്റെ ബീമിനെ 2 സെക്ഷനാക്കി മാറ്റി കഴിഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് സെക്ഷനിൽ കമ്പയർ ടു റൈറ്റ്, ലെഫ്റ്റ് സെക്ഷനിൽ നമുക്കറിയാം ഫോഴ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. സോ ലെഫ്റ്റ് എൻഡിന് സെക്ഷൻ 1-1 ദൂരം ഞാൻ ജസ്റ്റ് എക്സ് എന്നെടുക്കുന്നത്. ഈ ബ്ലാക്ക് എഴുതി കാണില്ലേ, എക്സ് എന്നെടുക്കുന്നത്. അത് ഞാനിപ്പോൾ നോക്കുന്നത് ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ലൊക്കേഷനിലെ ബെൻഡിങ് മൊമെൻ്റ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്നെടുക്കുന്നത്. സോ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു സെക്ഷൻ 1-1 എന്ന് പറയുമ്പോൾ എന്താ വരിക, RH ഇൻറ്റു ഈ RH ഇൻറ്റു ഈ എക്സ്. മൊമെന്റ് അറ്റ് A=0 ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്ന മൊമെന്റിന്റെ വാല്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മൊമെന്റ് അറ്റ് ദിസ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ RH ഇൻറ്റു എക്സ് എന്നാണ് വരിക. x=0 ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ പോയിന്റ് എന്റെ മൊമെന്റ് കിട്ടും. RH=0, അപ്പോൾ പോയിന്റ് എന്റെ മൊമെന്റ് കിട്ടും. എക്സിന്റെ വാല്യൂ കൂടുന്നതോറും ഈ ഓരോ പോയിന്റിലെയും മൊമെന്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ x=0.4 ആകുന്ന സമയത്ത് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ബി കിട്ടുന്നത്. x=0.4 ആകുമ്പോൾ മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ബി കിട്ടുന്നത്. ഇപ്പോൾ ഇതേമാതിരി സെക്ഷൻ 2-2 എന്ന് പറയുന്ന ഈ ഒരു കേസ്, സപ്പോസ് സെക്ഷൻ 2-2 ഞാൻ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് ഇവിടെ കിട്ടുന്ന എന്തർ ബീമിന, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ 1-1 ഇല്ല എന്ന് വിചാരിക്കുക. സോ സെക്ഷൻ 2-2 എന്ന് പറയുന്നത് എക്സാക്ട്ലി മിഡിലല്ല, സംവെയർ ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് സി. സോ ഇറ്റ് ഓൾസോ ഡിവൈഡ് ദി എൻ്റർ ബീം ഇൻറ്റു 2 സെക്ഷനാക്കി മാറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമ്മൾ ലെഫ്റ്റ് എൻഡിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ RH സെക്ഷൻ 2-2 വഴിയുള്ള ഡിസ്റ്റൻസ്, ഈ RH നിന്ന് സെക്ഷൻ 2-2 വഴിയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സൈഡ് എടുക്കുന്നത്. സെക്കൻഡ് കേസിൽ ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ എക്സൈഡ് എടുക്കുന്നു. അപ്പോൾ RH ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ സെക്ഷൻ 2-2 ബെൻഡിങ് മൊമെന്റ് എത്ര വരിക, ഈ ഒരു പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് കാണുമെങ്കിൽ RH ഇൻറ്റു എക്സ് മൈനസ് ഇത് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് മൈനസ് T1 പ്ലസ് T2 ഡാഷ് ഇൻറ്റു എക്സ്, മൊത്തം എക്സ് മൈനസ് 0.4. അപ്പോൾ ഇത് കിട്ടും എക്സ് മൈനസ് 0.4. അപ്പോൾ ദിസ് ഡിസ്റ്റൻസ്. അപ്പോൾ RH ഇൻറ്റു എക്സ് മൈനസ് 8808 ഇൻറ്റു എക്സ് മൈനസ് 0.4. എക്സിൻ്റെ വാല്യൂ എത്ര വരും, അപ്പോൾ ഇത് 0.6, ഇത് 0.4 ആകുന്ന സമയത്ത് ഈ മൊത്തം വാല്യൂ ഇത് വരിക ബി ആൻഡ് സി 0.5 വരിക. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എത്ര എടുക്കും നമ്മളിവിടെ, ബെൻഡിങ് മൊമെന്റ് സെക്ഷൻ 2-2 കേസിൽ ഈ ഒരു പോയിന്റ് ബെൻഡിങ് മൊമെന്റ് പറയുമ്പോൾ RH ഇൻറ്റു എക്സ് മൈനസ് ദിസ് ലോഡ് ഇൻറ്റു എക്സ് മൈനസ് 0.4 അത്രയാണ് വരിക. പിന്നെ സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ കേസിലാകുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് A=0 ആണ്, ബെൻഡിങ് മൊമെന്റ് D=0 എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഞാനിപ്പോൾ സെക്ഷൻ 2-2 ഇല്ലാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 1-1 ഡിവൈഡ് ദി എൻ്റർ ബീം ഇൻറ്റു 2. സോ അവർ കാൽക്കുലേഷൻ വിൽ സ്റ്റാർട്ട് ഫ്രം ലെഫ്റ്റ്. സോ മൊമെന്റ് സിഗ്മ M11 എന്ന് പറയുമ്പോൾ RH ഇൻറ്റു ദിസ് സ്മോൾ ഡിസ്റ്റൻസ് x. When x=0 you will get the value of BM at A =0. When x=0.4 എന്ന് പറഞ്ഞു മൊമെന്റ് 0.4 ഇത്ര വഴിയുണ്ട്. സോ മൊമെന്റ് അറ്റ് B കിട്ടി. When x=0.4, so RH into x, RH നമുക്കറിയാം 7438 into 0.4 2975 ന്യൂട്ടൺ മീറ്റർ കിട്ടും. ബെൻഡിങ് മൊമെന്റ് അറ്റ് B കിട്ടി. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് A അറിഞ്ഞു, ബെൻഡിങ് മൊമെന്റ് അറ്റ് B കിട്ടി. ഇനി എനിക്ക് കണ്ടുപിടിക്കുന്നത് ബെൻഡിങ് മൊമെന്റ് അറ്റ് C ആണ്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൺസിഡർ എ സെക്ഷൻ ബിറ്റ്വീൻ B ആൻഡ് C. 2-2 എന്ന് പറയുന്ന സെക്ഷൻ ഞാൻ എടുക്കുന്നു. സംവെയർ ഇൻ ബിറ്റ്വീൻ B and C. So moment ഈ ഒരു പോയിന്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ എത്ര വരിക, RH into x minus 8808 T1 plus T2 dash is equal to 8808 into total distance. This is x minus 0.4. So when x is equal to 0.4, when x is equal to 0.4 ആകുന്ന സമയത്ത് എന്ത് വരും, 0.4 minus 0.4 ഈ ടേം മൊത്തം ക്യാൻസൽ ആയി. So when x is equal to 0.4 ഇവിടെ മുതൽ ഇവിടെ വരെ ഡിസ്റ്റൻസ് അത് ഓൾറെഡി നമ്മൾ MB കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ വാല്യൂ നമുക്ക് ഇവിടെ നിന്നും കിട്ടും 2975 ന്യൂട്ടൺ മീറ്റർ. കണ്ടോ, ഇത് ഒരേ ആൻസർ കിട്ടും. സോ നമ്മുടെ കാൽക്കുലേഷൻസ് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ബെൻഡിങ് മൊമെന്റ് C കിട്ടണം. അതിനെന്താ വേണ്ടത്, x is equal to എത്ര വരിക, ഇത് 0.4 ആണ്, ഇത് 0.6 ആണ്.
So 0.4 plus 0.6 is equal to 1. 1.5 minus 1 is equal to 0.5. അപ്പോൾ 0.4 plus 0.5 is equal to 0.9. 0.9 meter. So moment at this point 2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ RAH into x minus 8808 into x minus 0.4. When x is equal to 0.9, substitute ചെയ്യുമ്പോൾ എന്തായി മാറി RAH into 0.9 minus 8808 into x in the substitute ചെയ്യുക 0.9 minus 0.4. So you will get the value of bending moment at 2 is equal to 2290 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ഫിഗർ. ഒരു ജസ്റ്റ് വെർട്ടിക്കലായിട്ട് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. സോ ഹൊറിസോണ്ടൽ ലോഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ചിത്രം അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഇതേമാതിരി ഉണ്ടാവുക. സോ ഇവിടെ കാണാൻ പറ്റും 2975 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലും 2290 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലും കാണാൻ പറ്റും. സോ ബെൻഡിങ് മൊമെന്റ് ഇവിടെയാണ് കൂടുതൽ. ഇനി ഇതേമാതിരി വെർട്ടിക്കൽ ലോഡിന്റെ കേസിലുള്ള ബെൻഡിങ് മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതേമാതിരി കൺസെപ്റ്റ് കേസ് ഓഫ് വെർട്ടിക്കൽ ലോഡിംഗ് ഇതാണ് നമ്മുടെ ഫിഗർ. 400 Newton weight of the wheel 1B and weight of the wheel C. RAY RDY. അപ്പോൾ മുന്നേ ചെയ്ത അതേ മെത്തേഡിൽ RAY plus RDY is equal to 1150. സോ ഇവിടെ സെയിം കേസ് സിഗ്മ MA equal to 0 കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താ മാറി മൈനസ് 400 ഇൻറ്റു 0.4 പ്ലസ് മൈനസ് 750 ഇൻറ്റു 0.9 പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് RD ഇൻറ്റു 1.5. സോ സോൾവ് ചെയ്യുന്ന സമയത്ത് RDY is equal to 557 ന്യൂട്ടണും അതേമാതിരി RAY is equal to 593 ന്യൂട്ടണും കിട്ടും. ഇനി നമ്മൾ സെക്ഷൻ മെത്തേഡിൽ ഈ വെർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്ന കേസിൽ മൊമെന്റ് അറ്റ് ബിയും മൊമെന്റ് അറ്റ് സിയും കാണണം. സോ ഇതേ മെത്തേഡ് സിഗ്മ 1 equal to RAY into x when x is equal to 0 കൊടുക്കുന്ന സമയത്ത് എന്തായി മാറി മൊമെന്റ് അറ്റ് equal to 0 അത് നമുക്കറിയാം. when x is equal to 0.4 ആകുന്ന സമയത്ത് മൊമെന്റ് അറ്റ് ബി കിട്ടും. എത്ര വരും RAY into x is equal to 237 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ്. ഇത് മൈനസ് ആണ് എടുത്തത്. മൈനസ് 593 വരാൻ കാരണം ഞാൻ ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അത് മൈനസ് വാല്യൂ കിട്ടും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് സൈനിങ് ഒഴിവാക്കിയിട്ട് ഇവിടെ ക്ലോക്ക് വൈസ് എഴുതിയാലും ആൻസർ കറക്റ്റാണ്. 237 ന്യൂട്ടൺ മീറ്റർ. ഇനി മൊമെന്റ് 2 നമ്മുടെ ഈ കാണുന്ന ഇവിടുത്തെ ഒരു 2,2 ഈ കേസിൽ സെയിം RAY ഇൻറ്റു എക്സ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എടുക്കുന്നു. എക്സ് മൈനസ് 400 ഇൻറ്റു എക്സ് മൈനസ് ദിസ് ഡിസ്റ്റൻസ് 0.4 അല്ലേ 0.4. when x is equal to 0.4 ആകുന്ന സമയത്ത് എന്തായി മാറി ഇത് ഈ ഡിസ്റ്റൻസ് വരും. അറ്റ് ബി കിട്ടും. ഇത് സി ഇത് ഡി. അപ്പോൾ എയും ഡി 0 ആണ്. 0.4 then bending moment at B is equal to 237 ന്യൂട്ടൺ മീറ്റർ. when x is equal to 0.9 ആകുമ്പോൾ എന്തായി മാറി ഇത് പ്ലസ് ഇത് 0.5 ഉണ്ടല്ലോ. ദിസ് is equal to 0.5 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 334 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇങ്ങനെ ഉണ്ടാവുക. ഇത് വെർട്ടിക്കൽ ലോഡിംഗ്. ഇത് വെർട്ടിക്കൽ ലോഡിങ്ങിൻ്റെ കേസിലുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ബിയിൽ കുറവും സിയിൽ കൂടുതലുമാണ്. സോ ഇനി കമ്പൈൻഡ് ബെൻഡിങ് മൊമെന്റ് ഒന്ന് ഹൊറിസോണ്ടലും ഒന്ന് വെർട്ടിക്കൽ ആയിട്ടില്ല ആക്ട് ചെയ്യുന്നത്. സോ കമ്പൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 2975 ഹോൾ സ്ക്വയർ പ്ലസ് 237 ഹോൾ സ്ക്വയർ. അത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി കിട്ടി. ഇനി കമ്പൈൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുമ്പോൾ 2290 ഹോൾ സ്ക്വയർ പ്ലസ് 334 ഹോൾ സ്ക്വയർ അതും കിട്ടി. സോ അത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടും ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഈസ് ലാർജർ ദാൻ ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഷാഫ്റ്റ് അണ്ടർ കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ടോർഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ബെൻഡിങ് മൊമെന്റും ടോർഷനും ഉണ്ടെന്ന് മനസ്സിലായി. സോ ബെൻഡിങ് മൊമെന്റ് അത് ബി ലാർജർ ദാൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് സി എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇനി ബേസ്ഡ് ഓൺ മാക്സിമം നോർമൽ സ്ട്രെസ് തിയറീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് വേണം, ഡയമീറ്റർ കണ്ടുപിടിക്കണം. സോ ഹിയർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഷാഫ്റ്റ് ഈസ് അണ്ടർ കമ്പൈൻഡ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ടോർഷൻ. സോ റെഫർ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 50. ആ 50 നമുക്ക് താഴെ ഒരു ഇക്വേഷൻ കാണാൻ പറ്റും. d cube is equal to 16 divided by pi into sigma max into bracket m plus square root of m square plus t square. 3.5 ഇക്വേഷൻ എ ആണ്. ഡാറ്റ ബുക്കിൽ കാണാൻ പറ്റും പേജ് നമ്പർ 50 സോ ഇവിടെ മെറ്റീരിയൽ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് നോട്ട് ഗിവൺ. സോ അസ്യൂം ദ ഷാഫ്റ്റ് ഈസ് മൈൽഡ് സ്റ്റീൽ. അപ്പോൾ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 57 എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടേബിൾ 3.5 ബിയിൽ സിഗ്മ ബി ഈസ് ഈക്വൽ ടു 83 ന്യൂട്ടൺ പെർ mm സ്ക്വയറും അതേമാതിരി ടോ ഈക്വൽ ടു
41 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കാണാൻ പറ്റും. ഇനി ഇത് രണ്ടും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡി ഈസ് ഈക്വൽ ടു 72 മില്ലിമീറ്റർ കിട്ടും. ഇനി അതേമാതിരി ബേസ്ഡ് ഓൺ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. ഡാറ്റ ബുക്ക് പേജ് നമ്പർ 50. ഇത് സെയിം ഇക്വേഷൻ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 50. സോ യു വിൽ ഗെറ്റ് ദി സെയിം വാല്യൂ ഡി ഈസ് ഈക്വൽ ടു 72 മില്ലിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ 72 മില്ലിമീറ്റർ എന്ന് എടുക്കുന്നതിന് പകരം അതിന് നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ഓഫ് ചെയ്യാം. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, the diameter of the shaft is equal to 75 mm എന്ന് എടുക്കുന്നു. The diameter of shaft SHAFT is equal to 75 millimeter. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. കുറച്ച് ഡിഫിക്കൽട്ടാണ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, താങ്ക് യു.